അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോന്നു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോന്നു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രന എന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രന എന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ശുദ്ധ ഹൃദയം ഉള്ളവരായിരിക്കുക എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ രാജാവിന് സമർത്ഥനായ ഒരു മകനുണ്ടായിരുന്നു. അവൻ സുന്ദരനും സുമുഖനും മറ്റുള്ളവരോട് ദയയുള്ളവനും ആയിരുന്നു. അവൻ്റെ വിവാഹപ്രായം എത്തിയപ്പോൾ രാജാവ് മകനോട് പറഞ്ഞു, നിനക്ക് ഉത്തമമായ ഒരു യുവതിയെ നീ തന്നെ കണ്ടെത്തണം. സുന്ദരിയായാൽ പോരാ, അവൾ മറ്റുള്ളവരോട് ദയയുള്ളവളും സത്യസന്ധത ഉള്ളവളുമായിരിക്കണം. കൂടാതെ ബുദ്ധിമതിയും ആയിരിക്കണം. ശുദ്ധ ഹൃദയത്തോട് ഭരിക്കുന്നവളും ആയിരിക്കണം. അങ്ങനെ രാജകുമാരനൊരു പരസ്യം നൽകി, ഈ രാജ്യത്തുള്ള എല്ലാ യുവതികളോടും അറിയിക്കുന്ന അറിയിപ്പ്: എൻ്റെ രാജ്ഞിയായിരിക്കാൻ താല്പര്യമുള്ള എല്ലാ യുവതികളും കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. പിറ്റേ ദിവസം കൊട്ടാരത്തിലേക്ക് യുവതികളുടെ പ്രവാഹമായിരുന്നു. വന്നവർക്കെല്ലാം കുമാരൻ ഒരു ചെടിയുടെ വിത്ത് സമ്മാനിച്ചു. എന്നിട്ട് പറഞ്ഞു, 6 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ വിത്തിൽ നിന്ന് ലഭിച്ച പൂക്കളുമായി എൻ്റെ അടുക്കൽ വരണം. അതിൽ നിന്നായിരിക്കും എൻ്റെ രാജ്ഞിയായി തിരഞ്ഞെടുക്കുന്നത്. നാനാ തുറകളിലുള്ള യുവതികൾ എത്തി വിത്തുമായി ഭവനത്തിലേക്ക് പോയി. വിത്ത് കുഴിച്ചിട്ട് പരിചരണം നൽകി. അക്കൂട്ടത്തിൽ എലീന എന്നൊരു പാവം പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ വളരെ നാണമുള്ളവളും അവളുടെ മനസ്സ് നിർമ്മലവുമായിരുന്നു. രാജകുമാരൻ അവൾക്ക് ഒരു സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ ഒരു വിത്ത് നൽകി. അവൾ കൊണ്ടുപോയി കുഴിച്ചിട്ട് ദിവസം അതിനാവശ്യമായ വെള്ളമൊക്കെ കൊടുത്തു. എങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല. അവൾക്ക് രാജകുമാരൻ കൊടുത്തത് സ്വർണ്ണ വിത്ത് ആണ് എന്ന് അവൾ അറിഞ്ഞതുമില്ല. ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ഇല പോലും വരാത്തതിൽ അവൾക്ക് സങ്കടം ഉണ്ടായി. അവൾ അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയെങ്കിലും ഒന്നും ഭവിച്ചില്ല. അവളുടെ അമ്മ അവളെ ആശ്വസിപ്പിച്ചു. അമ്മ പറഞ്ഞു, മോളെ, നീ പരമാർത്ഥ ഹൃദയത്തോടെ എല്ലാം ചെയ്തു, നിരാശപ്പെടേണ്ട. നീ ഈ ചെടിച്ചട്ടിയുമായി രാജകുമാരൻ്റെ അടുത്ത് ചെല്ലുക. കുമാരൻ പറഞ്ഞതനുസരിച്ച് മറ്റു യുവതികൾ മനോഹരമായ പൂച്ചെണ്ടുകളുമായി കുമാരൻ്റെ അടുക്കലെത്തി. അക്കൂട്ടത്തിൽ എലീന ഒഴിഞ്ഞ ചെടിച്ചട്ടിയുമായി ചെന്നത് കണ്ട് മറ്റു യുവതികളെല്ലാം അവളെ നോക്കി കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തു. രാജകുമാരിയായി തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ മറ്റു യുവതികളെല്ലാം വിലയേറിയ വസ്ത്രങ്ങൾ അണിഞ്ഞും കയ്യിൽ പൂച്ചെണ്ടുമായിട്ടായിരുന്നു കൊട്ടാരത്തിൽ വന്നത്. എലീനയ്ക്ക് പോകാൻ പോലും മനസ്സില്ലാതെ ഇരുന്നു. അമ്മയുടെ നിർദ്ദേശപ്രകാരം അവൾ ഒഴിഞ്ഞ ചെടിച്ചട്ടിയുമായിട്ട് ആണ് പോയതെങ്കിലും അവൾക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. പുറകൈകളോട് രാജകുമാരനെ സമീപിച്ചു. രാജകുമാരൻ മറ്റു യുവതികൾ കൊണ്ടുവന്ന പൂക്കൾ പരിശോധിക്കുമ്പോൾ എലീനയുടെ ഒഴിഞ്ഞ ചട്ടി കാണുന്നത്.
അയാൾ അവിടെ നിന്നു. എന്നിട്ട് അവളുടെ കണ്ണിലേക്ക് നോക്കി. അവളുടെ ദുഃഖം നിറഞ്ഞ കണ്ണുകളാണെങ്കിലും അവളുടെ വിശ്വസ്തതയെ കുമാരൻ ഓർത്തു. എന്നിട്ട് കുമാരൻ പറഞ്ഞു, ഈ യുവതിയായിരിക്കും എൻ്റെ രാജ്ഞി. കൂടെ നിന്ന് എല്ലാ യുവതികളും പിറുവിർത്തു. എന്നിട്ട് പറഞ്ഞു, അത് എങ്ങനെ സംഭവിക്കും? ഞങ്ങളുടെ പൂച്ചട്ടികൾ അവളുടെ പൂച്ചട്ടിയിലൊന്നുമില്ലല്ലോ. അവൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യാത്തതിനാണ് പൂക്കൾ ഉണ്ടാകാഞ്ഞതെന്ന് രാജകുമാരൻ പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ തന്ന വിത്തുകളെല്ലാം പുഴുങ്ങിയ ഉണങ്ങിയ വിത്തുകളായിരുന്നു എന്ന് മറ്റു യുവതികളോട് രാജാവ് പറഞ്ഞു. എനിക്കറിയാം, അത് മുളയ്ക്കുക പോലുമില്ല. എന്നിട്ട് നിങ്ങൾ തന്നെ വിത്തിലെ പൂക്കളാണെന്ന് പറഞ്ഞ് ഇതെല്ലാം ശേഖരിച്ചു വന്നു. എന്നാൽ ഇവളാണ് വെറുതെ വരമാർത്തെ ഒരുക്കിയത്. ഞാൻ അവൾക്ക് സ്വർണ്ണ വിത്താണ് നൽകിയതെങ്കിലും അവൾ കൃത്രിമമൊന്നും കാണിക്കാതെ വിശ്വസ്തയോട് കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് കുമാരൻ കൈനീട്ടി ആ ഗ്രാമ പെൺകുട്ടിയെ രാജ്ഞിയായി സ്വീകരിച്ചു. പൂക്കളുടെ സൗന്ദര്യമല്ല, ഹൃദയത്തിന്റെ പരിശുദ്ധിയായ ആണ് രാജകുമാരൻ നോക്കിയത്. സത്യം ഒരിക്കലും മുന്നിൽ യാത്ര ചെയ്യല്ല, എന്നാൽ അതായിരിക്കും അവസാനം മുഴുവൻ. പ്രിയ ശ്രോതാക്കളെ, ദൈവം ഇതുപോലെയാണ് നോക്കി കാണുന്നത്. ദൈവം ഹൃദയങ്ങളെയാണ് തൂക്കി നോക്കുന്നത്, ശോധന ചെയ്യുന്നത്. കച്ചുകെട്ട് പോലെ പർവ്വതീകരിച്ച് കാണിക്കുന്നതൊന്നും ദൈവം അംഗീകരിക്കുന്നില്ല. സുവിശേഷീകരണത്തിൽ ആത്മാക്കളെ നേടിയെന്നുള്ള കള്ളക്കണക്കുകൾ ഒന്നും ദൈവം മുകളിലേക്കെടുക്കുകയില്ല. കുറെ പേരെയൊക്കെ കുറെ കാലത്തേക്ക് കളിപ്പിക്കാം. എന്നാൽ സത്യം പിന്നിൽ നിന്ന് മുന്നിൽ എത്തിച്ചേരുവാൻ അല്പകാലതാമസം ഉണ്ടാകും. പ്രിയരെ, നമ്മുടെ ഹൃദയം സത്യം മാത്രം സംസാരിക്കട്ടെ, സത്യം മാത്രം പ്രവർത്തിക്കട്ടെ, സത്യം മാത്രം കാണട്ടെ. അതിനായി വിവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തയാലെ അവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.